നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്നൊരു ബുധനാഴ്ചയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാർട്ട് 2 ആണ്. പാർട്ട് 2 വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് നിന്ന്, അതായത് എൻ്റെ നാടായ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരുന്നതാണ് പാർട്ട് 1 വീഡിയോ. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ആലപ്പുഴ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അത് യൂട്യൂബിൽ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. എൻ്റെ നാടായ കൊല്ലത്ത് ട്രെയിൻ സ്പോട്ടിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. നിങ്ങളിത് ഈ ട്രെയിൻ കണ്ടില്ല, ഇത് നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുവാണ് ആ ട്രെയിൻ. നമ്മളെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഹസ്രത്ത് വരെ പോകുന്നത്. ട്രെയിൻ നമ്പർ 22633 കേട്ടോ. നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനാണ് ഈ കിടക്കുന്ന മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. അതായത് ട്രെയിൻ സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ ആലപ്പുഴയിൽ, നമ്മൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വന്ന് കുറച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ നമ്മുടെ ഷോർട്സ് കിടപ്പുണ്ട്, കണ്ടിരുന്നാൽ മതി യൂട്യൂബ് ചാനൽ. നമുക്ക് യാത്രേൻ്റെ ട്രെയിനാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 06013 ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ് കേട്ടോ. ഈ ട്രെയിനിലാണ് നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ നാടായ കൊല്ലത്തോട്ട് ഏകദേശം 84 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ കൊല്ലം വരെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ട് കുറച്ച് സീനാണ്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റബിൾ ചെയ്യണം എല്ലാവരും. അപ്പോൾ വൈകുന്നേരം 5:35 എടുക്കുന്ന ഈ ട്രെയിൻ രാത്രി ഒരു 7:30 നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ട്രെയിനാണ്. അപ്പം ഈ ഡെയിലി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഗുണമുള്ള ഒരു ട്രെയിനാണ്. ഇപ്പോൾ ഒരു എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് ഒരു പാസഞ്ചർ ആൻഡ് എക്സ്പ്രസ് സ്പെഷ്യൽ വരും കേട്ടോ. അതിൻ്റെ സൗണ്ട് നല്ല സീനാണ്. എക്സ്പ്രസ് സ്പെഷ്യൽ വരും. അതിലെ കുറച്ച് ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ 5:35 ഇവിടുന്ന് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന ട്രെയിൻ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ സെക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 156 റെയിൽവേ ആക്ടിൻ്റെ ഈ റൂഫിൻ്റെ മുകളിൽ കിടന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്തായാലും നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് ഇൻറ്റീരിയേഴ്സും കോച്ചസൊക്കെ തന്നെയാണ് കേട്ടോ. Train number 06013 Elephant Ballon Memo Special will leave from Elephant Station, platform number 3 at 17:35. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരു ട്രെയിൻ ആലപ്പുഴയിലേക്ക് വരുന്നത്. ആ ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ നമ്പർ 06015 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ കേട്ടോ. ഈ ട്രെയിൻ ഒരു 5:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴയിലെത്തും. അപ്പോൾ ഈ ട്രെയിൻ വന്നതിന് ശേഷമാണ് നമ്മുടെ കൊല്ലത്തോട്ട് പോകാനുള്ള നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു ഇവിടുന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് കുറച്ച് യാത്രക്കാർ ഇപ്പം നമ്മുടെ ട്രെയിനിലോട്ട് ഓടി കയറും. അപ്പം എങ്ങാനും ഈ ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആവണേ, അതായത് നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ എറണാകുളത്ത് നിന്ന് വരുന്ന നമ്മുടെ ഈ ട്രെയിൻ കുറച്ച് ലേറ്റ് ആവണേ മാത്രമേ ഉള്ളൂ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന കൊല്ലം മെമു പോകാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. എന്തായാലും ഇത് ഓൺ ടൈമിൽ വന്നു. നിങ്ങൾ ആ ബോഗി നോക്കിയോ, പഴയൊരു വൈബില്, പഴയ നമ്മുടെ ട്രെയിനിൻ്റെ കളറ്, ആ ബോഗീസ് മൊത്തം. ഇപ്പോൾ ഇതിലെ യാത്രക്കാരെല്ലാം ഓടി നമ്മളെ ട്രെയിനിലോട്ട് കയറും കേട്ടോ. നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയതാണ്ട് ഈ ട്രെയിനിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ ഹസ്രത്ത് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വന്നാൽ കറക്റ്റ് 5:35 ആയപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആലപ്പുഴയിൽ നിന്ന്. ട്രെയിൻ നമ്പർ 06013 ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ കറക്റ്റ് 5:35 തന്നെ നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണണേ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേരും മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഞാൻ മുമ്പേ പറഞ്ഞാണെങ്കിൽ ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയും ഇതേ സെയിം ദിവസം തന്നെ, അതായത് ഈ ബുധനാഴ്ച തന്നെയാണ് നമ്മൾ രാവിലെ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വന്നത്. അതും ഫുള്ള് സ്റ്റേഷൻസ് കവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ്. എന്തായാലും ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ആയിരിക്കും കേട്ടോ, പാർട്ട് 2 വീഡിയോ. നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ആലപ്പുഴ വന്നതാണ് കൊല്ലത്തുനിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പരിപാടി മൊത്തം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ നാട്ടിലോട്ട്, അതായത് വീട്ടിലോട്ട് പോവുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ആ ട്രെയിൻ ജേണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ സ്പോട്ടിങ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഇട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന 3 ട്രെയിനിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഫുൾ സ്റ്റേഷൻസ് കവർ ചെയ്ത് പോവാം. 5:40 ആയപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ, പുന്നപ്ര സ്റ്റേഷൻ. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുന്നപ്ര റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ മെമു ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് കേട്ടോ. അതാ പുന്നപ്ര കാണുന്നില്ലേ നെയിം ബോർഡ്. 1 മിനിറ്റ് തികച്ചിട്ടോ എന്നറിയത്തില്ല, അപ്പം തന്നെ വേണ്ടേ നമ്മുടെ പുന്നപ്ര സ്റ്റേഷനിൽ നിന്ന്, ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മെമു എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമ്പലപ്പുഴയുണ്ട് സ്റ്റോപ്പ്, തകഴി, കരുവട്ട ഹാൾട്ട്, ഹരിപ്പാട്, ചേപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, മൺട്രോതുരുത്ത്, പെരിനാട്, പിന്നാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ. അപ്പോൾ ഫുള്ള് സ്റ്റേഷൻസ് നമ്മൾ കവർ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണണേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ മറക്കണ്ട, 06013 കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ, ഈ മെമു ട്രെയിൻ ഉണ്ടല്ലോ, ആലപ്പുഴയിൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന, കൊല്ലത്തോട്ട് ഡെയിലി സർവീസ് നടത്തുന്ന ഈ മെമു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്ഥിര യാത്രക്കാരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എക്സ്പെക്റ്റഡ് ആയിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക്. ഇത് റെയിൽവേ ഗേറ്റൊക്കെ അപ്പുറത്ത് അടച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി വരുന്നത് കാരണം. അപ്പം നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്? അമ്പലപ്പുഴ സ്റ്റേഷൻ. പുന്നപ്ര സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ നമ്മുടെ അമ്പലപ്പുഴ സ്റ്റേഷനാണ് കേട്ടോ. സമയം ഒരു 5:45 കഴിഞ്ഞ് വരുന്നുണ്ട്. 5:46 ആയി വരുന്നുണ്ടെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ സ്റ്റേഷനാണ്. 5:35 നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അമ്പലപ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പുറ സൈഡിലാണ്, നെയിം ബോർഡ് അപ്പുറ സൈഡിലായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായതുകൊണ്ടും പിന്നെ മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പുറം നിൽക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ട്രെയിൻ താണ്ട് എടുത്തു. 1 മിനിറ്റ് പോലും തികച്ചിട്ടിട്ടില്ല കേട്ടോ. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പം തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ആലപ്പുഴയിലോട്ട് വരുന്ന ട്രെയിൻ ജേർണിയിൽ ഫുള്ള് 2 സൈഡ് ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റേഷൻസ്. 3ാമത്തെ സ്റ്റേഷനിലോട്ട് താണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ തകഴി സ്റ്റേഷൻ. തകഴി സ്റ്റേഷനിലേക്ക് ഒരു 5:50 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മെമു ട്രെയിൻ വളരെ തിരക്ക് കുറഞ്ഞൊരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ തകഴി സ്റ്റേഷൻ. മെമു ട്രെയിൻ ഇപ്പോൾ ഉള്ള ഗുണം എങ്ങനെയാണ്? ഒരുപാട് കൊച്ചു നല്ല റെയിൽവേ സ്റ്റേഷനുകൾ കാണാൻ പറ്റും. എന്നതാണെങ്കിലും നമ്മുടെ തകഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ. 1 മിനിറ്റ് പോലും തികച്ചിടാതെ നമ്മുടെ ട്രെയിൻ തകഴി സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ തകഴി സ്റ്റേഷൻ വരെ 17 കിലോമീറ്ററാണ് കേട്ടോ ദൂരം സഞ്ചരിച്ച് വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് പുന്നപ്ര വരെ നമുക്ക് 7 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴ വരെ 12 കിലോമീറ്ററും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തകഴി വരെ 17 കിലോമീറ്ററും ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകളായി കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ തകഴിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നെൽപ്പാടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ വൈകുന്നേരം. പക്ഷെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല പൊട്ട വെയിലായിരുന്നു കേട്ടോ. രാവിലെ നമ്മളെ കൊല്ലത്തുനിന്ന് ആലപ്പുഴയിൽ പോയ സമയം നമ്മൾ അങ്ങോട്ട് പോയില്ലയോ. പക്ഷെ ഇപ്പോൾ കൊള്ളാം. എന്തായാലും വൈകുന്നേരം നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? തകഴിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുവാണ്. അപ്പോൾ ഏകദേശം ഒരു 17 കിലോമീറ്ററായി കഴിഞ്ഞ് 18-19 കിലോമീറ്ററായി കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുവാണ് ആലപ്പുഴയിൽ നിന്ന്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് നമ്മുടെ കരുവാട്ടയാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ഒരു നൈസ് മൂഡിൽ നമ്മുടെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഒന്നും കൂടെ പറയാൻ 45 രൂപയാണല്ലോ ടിക്കറ്റ്. ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് വന്ന വീഡിയോ അത് ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും. 45 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ നമ്മുടെ ട്രെയിൻ നമ്പർ 06013 ആണ് കേട്ടോ. പക്ഷേ ഈ ട്രെയിൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട് ഈ ട്രെയിൻ. എല്ലാ ദിവസവും വൈകുന്നേരം 5:35. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഉള്ള ട്രെയിനാണിത്. 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കരുവാറ്റ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് തന്നെ ആണോ എന്ന് പറയുന്നത്, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെങ്കിൽ പറയണം കേട്ടോ, കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ സമയം ഒരു 6 മണി ആയപ്പോഴത്തേക്കും നമ്മൾ കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. പുന്നപ്ര അമ്പലപ്പുഴ തകഴി കഴിഞ്ഞാൽ പിന്നെ കരുവാറ്റയാണ്. അപ്പം നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ നമ്മുടെ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മളെ കരുവാറ്റ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പുന്നപ്ര അമ്പലപ്പുഴ തകഴി കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ സ്റ്റേഷനായ കരുവാറ്റ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ കരുവാറ്റയും. വലിയ താമസമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റ്, ഒരു അര മിനിറ്റ് പോലും ഇട്ട് കാണത്തില്ല ഇത്രയും സ്റ്റേഷൻസിൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോഴേ എടുക്കുവാണ് വണ്ടി എടുക്കുക, അപ്പോഴേ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എടുത്ത ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്യണേ. യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോസ്. അതുകൂടാതെ വേറെ മറ്റ് വീഡിയോസ് ട്രെയിൻ സ്പോട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട് കേട്ടോ കുറേ വീഡിയോസ് റീൽസ് ആയിട്ട്. പേജിൻ്റെ പേരും മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ട്രെയിൻ ക്രോസ് ചെയ്ത് നോക്കിയാൽ ട്രാക്ക് ചേഞ്ച് ചെയ്ത് പോവുകയാണ് നമ്മുടെ ട്രെയിൻ. അടുത്ത സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹരിപ്പാട് സ്റ്റേഷനിലോട്ട് എത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒരു 6-5 കഴിഞ്ഞ് വരുന്നുണ്ട്. നല്ല രസമല്ലേ ട്രെയിൻ ഇങ്ങനെ ട്രാക്ക് മാറി കയറുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മളെ ട്രെയിൻ ഇങ്ങനെ ട്രാക്കൊക്കെ മാറി ഒരു 6-5 കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. സമയം 6-5 കഴിഞ്ഞ് വരുന്നിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് സ്റ്റേഷൻ വരെ 30 കിലോമീറ്റർ ആണ് കേട്ടോ ദൂരം. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ 06013 ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ എവിടെയാ മറ്റേ ക്ഷേത്രം ഉണ്ടല്ലോ, നാഗരാജ
മണ്ണാറശാലയൊക്കെ പോകേണ്ടവർ ഈ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഹരിപ്പാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്ന് കിടക്കുവാണ്. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. അങ്ങനെ കുറച്ച് യാത്രക്കാരെയൊക്കെ ഇവിടെ ഇറക്കി വിട്ടതിന് ശേഷം നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ നമ്പർ 06013 ആണ്. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ഡെയിലി സർവീസ് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ. അത് വീണ്ടും ട്രാക്ക് മാറുന്നു. ട്രാക്ക് മാറി അടുത്ത ട്രാക്കിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത്, അതായത് യാത്ര ചെയ്ത് വന്ന ദൂരം 30 കിലോമീറ്റർ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന്. അതായത് ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്റ്റേഷൻ ഹരിപ്പാടാണല്ലോ. ഈ സ്റ്റേഷൻ കഴിയുന്നത് വരെ നമ്മളൊരു 30 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി വരുന്ന സ്റ്റേഷൻ നമ്മുടെ ചേപ്പാട് സ്റ്റേഷനാണ് കേട്ടോ, അടുത്ത സ്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി 6:05 കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനാണ് വരുന്നത്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ വീഡിയോസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത സ്റ്റേഷൻ കയറി, ചേപ്പാട് സ്റ്റേഷനിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചേപ്പാട് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു സമയം 6:15 അപ്പം ഏകദേശം 35 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ അടുത്ത സ്റ്റേഷനായ ചേപ്പാട് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, 6ാമത്തെ സ്റ്റേഷനാണ് ചേപ്പാട്. ചേപ്പാട് സ്റ്റേഷനിലാണ് ഇപ്പം നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ നിൽക്കുന്നത് കേട്ടോ. എല്ലാ സ്റ്റോപ്പിലും നിർത്തിയതുപോലെ തന്നെ 1 മിനിറ്റ് പോലും തികച്ചിടാതെ അപ്പോഴേ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചേപ്പാട് നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 6:15 കഴിഞ്ഞ് ഒരു 35 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് യാത്ര തുടരുകയാണ് കേട്ടോ. 6:30 ആവാറായിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മുടെ ട്രെയിൻ താണ്ട ട്രാക്കൊക്കെ മാറ്റി അടുത്ത സ്റ്റേഷനായ കായംകുളം ജംഗ്ഷനിലോട്ട്, കായംകുളം ജംഗ്ഷൻ്റെ ഏതോ ഒരു സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:25 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:25 കഴിഞ്ഞ് വരുവാണ്. അപ്പം 35, 36, 40 കിലോമീറ്ററോളം ദൂരം ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം കായംകുളം ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ദേണ്ട 6:30 കഴിഞ്ഞു. നമ്മൾ താണ്ട കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ. സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ദൂരം 43 കിലോമീറ്റർ ദൂരമാണ്. അതായത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കായംകുളം വരെ 43 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നൈസൊരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒഴിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. ഇതേ കണ്ടില്ലേ, ആളുമില്ല, അനക്കവുമില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് 43 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കായംകുളത്ത് വന്നതിന് ശേഷം നമ്മുടെ ട്രെയിനിൻ്റെ കായംകുളത്ത് നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓച്ചിറ സ്റ്റേഷനാണ്. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. നല്ല സന്ധ്യ ആവാറായി വരുന്നുണ്ട് കേട്ടോ. വെട്ടമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ 9ാമത്തെ സ്റ്റേഷൻ ആലപ്പുഴയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പുന്നപ്ര, അമ്പലപ്പുഴ, തകഴി, കരുവാറ്റ, ഹരിപ്പാട്, ചേപ്പാട്, കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞതേ 9ാമത്തെ സ്റ്റോപ്പായ നമ്മുടെ ഓച്ചിറ സ്റ്റേഷനിലേക്ക് ഒരു 6:30 കഴിഞ്ഞപ്പോഴേക്കും എത്തിയിരിക്കുകയാണ് കേട്ടോ. 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഓച്ചിറ വരെ ദൂരം വരുന്നത് 49 കിലോമീറ്റർ ആണ്. 49 കിലോമീറ്റർ. അങ്ങനെ ചെറുതായിട്ടൊരു 49 കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ച് നമ്മൾ താണ്ടെ നമ്മുടെ ട്രെയിനും നമ്മളും ഇപ്പം ഓച്ചിറ സ്റ്റേഷനിലാണ് കേട്ടോ. എല്ലാ സ്റ്റേഷനിലെയും പോലെ നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്നും 1 മിനിറ്റ് പോലും തികച്ചിടാതെ തന്നെ നമ്മുടെ ഓച്ചിറ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നിരിക്കുന്ന ദൂരം സഞ്ചരിച്ചത് 49 കിലോമീറ്റർ ആണ് കേട്ടോ. 6:30 കഴിഞ്ഞു. 6:35 ആയി വരുന്നുണ്ട്. വൈകുന്നേരം ഇരുട്ടും നന്നായി വീണ് തുടങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. കൊല്ലത്തേക്കുള്ള, നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആലപ്പുഴക്കാരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെ പുന്നപ്പുറയുള്ളവർ അവർ കമൻറ്റ് ചെയ്യുക. അമ്പലപ്പുഴയുള്ളവർ നിങ്ങളുടെ അമ്പലപ്പുഴയുള്ളവർ കമൻറ്റ് ചെയ്യുക. തകഴിയുള്ളവർ കമൻറ്റ് ചെയ്യുക. കരുവാട്ടയുള്ളവർ കമൻറ്റ് ചെയ്യുക. ഹരിപ്പാടുള്ളവർ കമൻറ്റ് ചെയ്യുക. ചേപ്പാടുള്ളവർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കായംകുളത്തുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അതാ ഓച്ചിറ കഴിഞ്ഞല്ലോ. നമ്മുടെ ഓച്ചിറയിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ സ്ഥിരം യാത്രക്കാരെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷനൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ
കരുനാഗപ്പള്ളി. അപ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിലുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സമയം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇരുട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ്. എന്നാലും ഏകദേശം ഒരു 56 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കരുനാഗപ്പള്ളിയിലേക്ക് ഒരു 6:45 കഴിഞ്ഞപ്പോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളും നമ്മുടെ മെമു ട്രെയിനും ദേ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. 6:45 കഴിഞ്ഞ് വരുന്നുണ്ട്. കരുനാഗപ്പള്ളി സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും നമ്മുടെ മെമു ട്രെയിൻ എടുത്തു കേട്ടോ. നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. മറക്കണ്ട കേട്ടോ, ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. എന്നിരുന്നാലും ഇപ്പം നിങ്ങൾ യാത്ര ഈ വേറെ ഏത് ട്രെയിനിനെ പറ്റിയാണെങ്കിലും, ഇപ്പോൾ ഡെയിലി സർവീസ് നടത്തുന്നതാണെങ്കിലും ആഴ്ചയിൽ 1, 2, 3 വട്ടം ആണെങ്കിലും മുൻകൂട്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ടേ യാത്ര ചെയ്യാവുള്ളൂ കേട്ടോ. അത് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം അവരെന്ത് എപ്പോൾ മാറ്റിക്കളയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ ആണെങ്കിലും എല്ലാം ഒന്ന് മുൻകൂട്ടി ചെക്ക് ചെയ്യണം, നാളെ ഈ ട്രെയിൻ അവൈലബിൾ ആണോ എന്ന് കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്താംകോട്ട കണ്ടില്ലേ, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണേ. അപ്പം സമയം എനിക്ക് തോന്നുന്നു 6:50 കഴിഞ്ഞു. 6:50 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടുന്ന് ശാസ്താംകോട്ട വരെ നമ്മുടെ ദൂരം 64 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. 64. MGR ചെന്നൈ സെൻട്രൽ മെയിലാണ് കേട്ടോ ഈ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 12696 ആണ് കേട്ടോ. ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ്. ശാസ്താംകോട്ട വെച്ച് താണ്ട് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശാസ്താംകോട്ടയുണ്ട്. ഒരു 6:50 കഴിഞ്ഞ് നിൽക്കുകയാണ്. 64 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ശാസ്താംകോട്ട വന്നത്. അപ്പം നമ്മളത് നൈസായിട്ട് നമ്മളെ MGR ചെന്നൈ സെൻട്രൽ മെയിലിനെ കണ്ടു. അങ്ങനെ നമ്മുടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനും വിടാം. അത്യാവശ്യം നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു 7 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ നെയിം ബോർഡ്. അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ പണിയാണ്, മിക്ക റെയിൽവേ സ്റ്റേഷനിലും പണി നടക്കുവാണ്. ഇത് പക്ഷേ മൺട്രോതുരുത്ത് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കൊല്ലം ജില്ലയിലെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഒരു വളരെ ചെറിയൊരു പ്രദേശമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു പ്രദേശം കൂടാണ് നമ്മുടെ മൺട്രോതുരുത്ത്. അപ്പോൾ മൺട്രോതുരുത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മൺട്രോതുരുത്ത് ഉള്ള ആൾക്കാരും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ മൺട്രോതുരുത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 7 മണി ആയിട്ടുണ്ട് കേട്ടോ. 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ദൂരം 69 കിലോമീറ്ററാണ് ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ, മൺട്രോതുരുത്ത് വരെ. എല്ലാ സ്റ്റേഷനിലെയും പോലെ 1 മിനിറ്റ് പോലും തികച്ചിടാതെ നമ്മുടെ മൺട്രോതുരുത്തുനിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് നല്ല ഭംഗികളാണ് കേട്ടോ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ്. നമ്മൾ കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പോയില്ലയോ ആലപ്പുഴ, അപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടുണ്ടാവും അത്. എന്തായാലും വളരെ മനോഹരമായൊരു പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് കേട്ടോ. അങ്ങനെ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് മൺട്രോതുരുത്ത് വരെ 69 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് നമ്മൾ അടുത്ത സ്റ്റേഷനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന സ്റ്റേഷൻ പെരിനാട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പെരിനാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി ഓൾറെഡി ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് അവിടെ ഉണ്ടായിരുന്നു. ഈ പെരിനാട് സ്റ്റേഷന് മുമ്പ് നമ്മൾ കണ്ടില്ലേ മൺട്രോതുരുത്ത്, അവിടുന്ന് നമ്മൾ കുറച്ച് മൺട്രോതുരുത്ത് സ്റ്റേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ. അപ്പം അവിടെ നിന്നും ട്രെയിൻ സ്പോട്ടിങ്ങും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്താണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകളും കുറവുകളും ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പെരിനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 7:05 കഴിഞ്ഞിട്ടുണ്ട്. 75 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് പെരിനാട് വരെ 75 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ പെരിനാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പെരിനാട് റെയിൽവേ സ്റ്റേഷനെ പറ്റിയും മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷനെ പറ്റിയും അവിടുത്തെ ട്രെയിൻ സ്പോട്ടിങ്ങും ഒക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ ഇപ്പോൾ സമയം 7:05 കഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ പെരിനാട് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. നമ്മൾ കൊല്ലം സ്റ്റേഷൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ടോ, ഇത് നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് കേട്ടോ. ട്രെയിൻ നമ്പർ 16342 തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. നമ്മുടെ ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറി നമ്മളെ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഭയങ്കര പെട്ടോ ഇല്ലയോ നോക്കിയേ. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ എന്തായാലും ക്രോസ് ചെയ്ത് പോവും. ട്രെയിൻ നമ്പർ 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഈ ക്രോസ് ചെയ്ത് പോകുന്നത് ആ ട്രെയിനാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിൻ. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറി ബാക്കിലോട്ട് നമ്മൾ കൊല്ലം ജംഗ്ഷൻ്റെ കുറച്ച് പുറകുവശത്തായിട്ട് നിൽക്കുവാണ്. ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ കേട്ടോ.
അപ്പോൾ ട്രെയിൻ എന്തായാലും ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ പോയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ട്രെയിൻ സ്പോട്ടിങ്ങിനാണ് പോയത്. അത് പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അങ്ങോട്ടുള്ള യാത്ര. നമ്മുടെ ട്രെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് അത് കണ്ടില്ലേ, നമ്മുടെ ഫാത്തിമ മാതാ കോളേജാണ് കേട്ടോ. അപ്പുറത്തെ റോഡ് സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ നമ്പറായ 06013 ആലപ്പുഴ കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ ട്രെയിൻ സ്പോട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം അവിടുന്ന് 5:35 എടുക്കുന്ന ട്രെയിനിലാണ് കയറിയത്. എൻ്റെ നാടായ കൊല്ലത്തേക്ക് നമ്മൾ അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കട്ടെ. കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി നല്ലോണം കാണാൻ പറ്റില്ലേ. കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. 7:30 കഴിഞ്ഞു, 7:30 ആയി എന്നൊക്കെ പറയാം. ട്രാക്കൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി നമ്മുടെ നാടെത്തി കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ അടുത്ത നെയിം ബോർഡ് അങ്ങേ അറ്റത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അത് നമ്മുടെ മെമു ഷെഡാണ്. അവിടെ ഒരു മെമുവും കിടപ്പുണ്ട് കേട്ടോ അങ്ങേ അറ്റത്ത്. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 7:30 ആയപ്പോഴേക്കും എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ യാത്ര, നമ്മുടെ ഡെസ്റ്റിനേഷൻ എൻ്റെ നാട് കൂടിയായ കൊല്ലത്ത്, നമ്മുടെ ആലപ്പുഴ എന്നുള്ള നമ്മളെ പരിപാടിയായി കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് കൊല്ലത്ത് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 കേട്ടോ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്തവരൊക്കെ പറയണം. എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ടും പ്ലാറ്റ്ഫോം നമ്പർ 5 തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. അപ്പം യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മളത് ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം ഇനി അപ്പുറത്ത് പോകാൻ. അതായത് എക്സിറ്റ് പോകണമല്ലോ, പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ. കണ്ടോ, നമ്മുടെ മെമു ട്രെയിൻ കയറി നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ടുണ്ട്. നമ്മുടെ മെമു ട്രെയിനാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത്. അതാണ്ട് ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ടാണ് ഇനി നമ്മൾ നേരെ പോകുന്ന എക്സിറ്റിലോട്ടാണ്. ഇപ്പം നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത്. അപ്പം നമ്മുടെ ഈ യാത്ര ഏകദേശം കഴിഞ്ഞു കേട്ടോ. അതായത് ആലപ്പുഴയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്കുള്ള എൻ്റെ നാടായ കൊല്ലത്തേക്കുള്ള യാത്ര ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എക്സിറ്റാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ എന്തായാലും നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. എന്തായാലും നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറി നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അത്യാവശ്യം ഇരുട്ടൊക്കെ വീണു, വെട്ടമൊക്കെ ഒന്ന് മങ്ങുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഞാൻ വൈഡ് ക്യാമാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ആ വഴിയാണല്ലോ ഇറങ്ങി വന്നത്. ആ വഴി ഇറങ്ങി വന്ന് നേരെ താണ്ട ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഒരുവിധം മുഴുവനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര, കൊല്ലത്തേക്കുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എക്സിറ്റിൽ കൂടെ വന്ന് നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ മലയാളി ട്രെയിൻ ബ്ലോഗറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇനിയും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഞാൻ നിങ്ങളെല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയ ട്രെയിൻ ജേണീസുമായിട്ടും ഈ പാർട്ട് 2ൻ്റെ പാർട്ട് ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ട്രെയിൻ സ്പോട്ടിങ് അപ്ലോഡ് ചെയ്ത നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഷോർട്സ് ഒക്കെ കാണാത്തവരൊന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബൈ.